ഒരു പരിധി, അതായത് ഒരു സ്റ്റേജ് വരെ വെരിക്കോസിന് കൃത്യമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അൾസർ ഫോർമേഷൻ ഉണ്ടാവും. കൂടുതലായിട്ട് നിന്ന് ജോലി ചെയ്യുന്നവർ, അതായത് ഇപ്പോൾ ടീച്ചേഴ്സ്, ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർ, സെക്യൂരിറ്റി, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നവരിലാണ് കൂടുതലായിട്ടും വെരിക്കോസ് വരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് ആംപ്യൂട്ടേഷൻ വരെ പോകേണ്ട കേസുകൾ വരെ വരാറുണ്ട്. നമസ്കാരം ഡോക്ടർ. നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. എന്താണ് വെരിക്കോസ് വെയിൻ? വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു രോഗാവസ്ഥയാണ്. വെരിക്കോസ് വെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് കാലിലെ വെയിൻസിൻ്റെ വാൽവ് കൃത്യമായി പ്രവർത്തിക്കാതെ വരുമ്പോൾ ബ്ലഡിൻ്റെ സർക്കുലേഷനെ അത് ബാധിക്കുകയും ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുകയും വെയിനിൽ ബൾജിങ് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലായും ഏജ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നതെങ്കിലും പക്ഷേ ഒരു 30 എബോവ് ഏജിൽ ഇത് കൂടുതലായും കണ്ടുവരുന്നു. സ്ത്രീകളിലും ഇത് വളരെയധികം കണ്ടുവരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഒരു പരിധി, അതായത് ഒരു സ്റ്റേജ് വരെ വെരിക്കോസിന് കൃത്യമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആകുമ്പോൾ മാത്രമാണ് കൂടുതലായിട്ടുള്ള സിംറ്റംസ് അത് കാണിച്ചു തുടങ്ങുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് ഈ ബൾജി ആയിട്ടുള്ള വെയിൻ, അതായത് വെയിൻ കട്ടയായിട്ട് നമുക്ക് പുറമെ കാണാൻ പറ്റും. പല കളറിൽ, നീല കളറിലൊക്കെ വെയിൻ കട്ടിയായിട്ടിരിക്കുന്നത് കാണാം. അത് തന്നെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. അത് കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മറ്റുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കതിനെ സുഖപ്പെടുത്താൻ സാധിക്കും. അതിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വേദനകൾ ഉണ്ടാവുക, ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ പോലെ, അതായത് സ്കിന്നിന് ഡിസ്കളറേഷൻ, ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവുക, ഇച്ചിങ്, വളരെയധികം ചൊറിച്ചിൽ പോലെയുള്ളവ ഉണ്ടാവുക, പിന്നെ കാലിലും ഭയങ്കരമായ ഹെവിനെസ് തോന്നുക, നൈറ്റ് ടൈമിൽ ഉറക്കത്തിൽ മസിൽ ക്രാമ്പ്, അതായത് മസിൽ പിടിക്കുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള വേദനകൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് വെരിക്കോസിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അൾസർ ഫോർമേഷൻ ഉണ്ടാവും. അതായത് ഈ സ്റ്റേജ് ഒന്നും നമ്മൾ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് നൽകാതെ ഇരിക്കുകയാണെങ്കിൽ ഈ വെയിൻ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവുകയും അതിനുശേഷം ആ വൂണ്ട്, ആ ഒരു മുറിവ് കൃത്യമായിട്ട് ഹീലാവാൻ കാലതാമസം ഉണ്ടാവുകയും അത് പിന്നീട് അൾസർ ആവുകയും പല കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് വെരിക്കോസ് വെയിൻ വരാനുള്ള? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഏജ് റിലേറ്റഡ് മാത്രമായിട്ട് നമുക്കത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. കൂടുതലായിട്ട് നിന്ന് ജോലി ചെയ്യുന്നവർ, അതായത് ഇപ്പോൾ ടീച്ചേഴ്സ്, ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർ, സെക്യൂരിറ്റി, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നവരിലാണ് കൂടുതലായിട്ടും വെരിക്കോസ് വരുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യുമ്പോൾ വെയിൻസിലേക്ക് ഉള്ള പ്രഷർ, ബ്ലഡിൻ്റെ പ്രഷർ കൂടുകയും ഈ വാൽവിന് ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യും. അപ്പോൾ അത് ബ്ലഡിൻ്റെ സർക്കുലേഷനെ ബാധിക്കുകയും ഈ ലക്ഷണങ്ങളോട് കൂടിയുള്ള വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പിന്നീട് വരുന്നത് ഗർഭിണികളിൽ, അതായത് ഈ ഡെലിവറി ടൈമിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് വെരിക്കോസ് വെയിൻ വരാം. അതുപോലെ തന്നെ ലേഡീസിൽ, വുമണിൽ ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് കൊണ്ട് കൂടുതലായിട്ട് കണ്ടുവരാം. പിന്നെ വെരിക്കോസ് തന്നെ നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു രീതിയിലും ഒരു പരിധിവരെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ പേരൻസിലൊക്കെ ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ വെയിൻ്റെ എലാസ്റ്റിസിറ്റി കുറച്ച് കുറവുള്ള കണ്ടീഷൻസ് വരാം. അപ്പോൾ അത് വീണ്ടും ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത ജനറേഷനിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ആയുർവേദത്തിൽ വെരിക്കോസ് വെയിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഓക്കെ, ആയുർവേദ ചികിത്സയിലൊക്കെ ഉപരി നമുക്കിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആയുർവേദ ചികിത്സയും കൂടെ ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഇപ്പോൾ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഇത് മാറ്റുക എന്നുള്ളതാണ് ജീവിതശൈലിയിൽ. അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ജോലി ചെയ്യേണ്ടവരാണെങ്കിൽ തന്നെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുക, അതായത് പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുക. അതായത് കണ്ടിന്യൂസ് നിൽക്കാതിരിക്കുക, ഒരു 20 മിനിറ്റ്സിന് ശേഷം റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ബ്രിസ്ക് വാക്ക്, പതുക്കെ എണീറ്റ് നടക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലോണം ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ നമുക്ക് ഇതിന് ട്രീറ്റ്മെൻറ്റ് പല രീതിയിൽ സ്റ്റേജ് വൈസിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് വരുന്നത്. ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് മൈൽഡായിട്ടുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, ലേപനം, പുറമേയുള്ള മരുന്നുകൾ, പിന്നെ പൗഡർ വെച്ചിട്ടുള്ള മസാജ്, അഭ്യംഗം, അതായത് ഓയിൽ വെച്ചിട്ടുള്ള അപ്വേർഡ് മസാജ്, ഇതൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെരിക്കോസിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. വെരിക്കോസിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ, അതായത് വളരെ ബൾജിങ് കൊണ്ട് ഒത്തിരി സിംറ്റംസ് ഉള്ള കണ്ടീഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് രക്തമോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. അതായത് ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയും. അതിൽ തന്നെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ലീച്ച് തെറാപ്പിയാണ്. അതായത് നമ്മൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ അട്ടയെ കൊണ്ട് കടിപ്പിച്ച് അവിടെയുള്ള സർക്കുലേഷൻസ് നോർമലാക്കുക. അതല്ലെങ്കിൽ അതിന് പകരം നമ്മൾ നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതിന് ബ്ലഡിനെ പുറത്തേക്ക് എടുത്ത് അവിടുത്തെ സർക്കുലേഷൻ നോർമലാക്കുക. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹിജാമ, കപ്പിങ് യൂസ് ചെയ്തിട്ടും ഇതിനെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കൃത്യസമയത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏറ്റവും കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിൻ ബ്രേക്കായിട്ട് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവുക, അതാണ് ഏറ്റവും മെയിനായിട്ട് വരിക. അതിനുശേഷം ഇത് അൾസറായിട്ട് മാറും. ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ വെയിൻസ് ബ്രേക്കായിട്ട്
അൾസർ ആകുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. ആ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഹീലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളവരിലാണ് ചിലപ്പോൾ അവർക്ക് ഡയബറ്റീസ്, ഷുഗറിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം, BP, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ആ കണ്ടീഷനും കൂടെ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് ഹീലിംഗ് വളരെയധികം ഡിലേ ആവും. വീണ്ടും അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടുകളാവും. ചിലപ്പോൾ നമുക്ക് ആംപ്യൂട്ടേഷൻ വരെ പോകേണ്ട കേസുകൾ വരെ വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ, അതിപ്പോൾ വെരിക്കോസ് അല്ലെങ്കിൽ തന്നെ ഏത് അസുഖമാണെങ്കിലും കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിൽ ഈ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സൊക്കെ എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് ചികിത്സ വരുന്നത് നമുക്ക് അത് ഇൻറ്റേർണൽ മെഡിസിൻസ്, അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ, അതിൻ്റെ കൂടെ തന്നെ എക്സ്റ്റേണൽ തെറാപ്പീസ്, നേരത്തെ പറഞ്ഞ പോലെ പുറമേയുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതായത് ലേപനം, പുറമേ ഉള്ള പേസ്റ്റ് ആപ്ലിക്കേഷൻ, അഭ്യംഗം, ഓയിൽ വെച്ചിട്ടുള്ള മസാജ്, പൗഡർ വെച്ചിട്ടുള്ള മസാജുകൾ, കഷായം വെച്ചിട്ടുള്ള ധാര, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റുകൾ. അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻസ് ഉണ്ടാവും. അതായത് ഈ വെയിൻ വാൽവിൻ്റെ ഹെൽത്ത് കൂട്ടുക, ബ്ലഡിൻ്റെ സർക്കുലേഷൻ നോർമൽ ചെയ്യുക എന്നൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻറ്റേർണൽ മെഡിസിൻസ് ഉണ്ടാവും. പിന്നെ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിലാവേദം, അതായത് ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള തെറാപ്പിയാണ്. അത് നമ്മൾ ലീച്ചിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നീഡിൽ, ഹിജാമ, ഇപ്പം ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള രീതിയിൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഏതെങ്കിലും യൂസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നതാണ് യോഗ, എക്സസൈസുകൾ, അതൊക്കെ. അപ്പം ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. വെരിക്കോസ് വെയിനെ കുറിച്ച് സംസാരിച്ചതിന് ഒരുപാട് നന്ദി.